മാസ്റ്റർ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആപ്പ് കേരള സിലബസിൽ 8ാം ക്ലാസ് മുതൽ +2 വരെ. ഡൗൺലോഡ് നൗ. चरणी तुझ्या रे शरण आलो बाप्पा तुला रे जीव जडला चरणी तुझ्या रे शरण आलो बाप्पा तुला रे नाद घुमतो दाही दिशा रे मंगलमूर्ती मोरया तूच करता साऱ्या सुखाचा दुःख हरता त्राता जगाचा तूच आदी आणि अनंत मंगलमूर्ती मोरया ढोल ताशात तारलेला नाम घोषात रंगलेला महिमा तुझा मोरया मोरया हे मोरया मोरया हे मोरया मोरया हे मोरया मोरया हे मोरया എല്ലാരും തൃശ്ശൂരിൽ നിന്നാണോ? ആര് മാസ്റ്ററുടെ പേരെന്താ? അഖില. പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് ഇന്നസെന്റ് ആണ് നമ്മുടെ കൂട്ടത്തിൽ നൃത്തത്തെ കുറിച്ച് പറയാൻ ആധികാരികമായിട്ട് അറിയുന്നത്. അദ്ദേഹം പറയട്ടെ. അസലായിരുന്നു. ഞാൻ ഈ മാത്രല്ല ഇവര് പാലക്കൽ എന്ന് പറഞ്ഞ തൃശ്ശൂരാണ് അല്ലേ? അവിടെ നിന്നൊക്കെ വരുന്ന കുട്ടികളല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞൊന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ സ്ഥലത്തുനിന്ന് വരുന്നവരും മിടുക്കികളൊക്കെ ഉണ്ട്. പക്ഷെ വളരെ നന്നായിട്ട് നിങ്ങള് ഇവിടെ നൃത്തം ചെയ്തു. ആ നൃത്തം ചെയ്തപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, എൻ്റെ മകന്റെ കുട്ടിക്ക്, അവന്റെ പേര് ഇന്നസെന്റ് എന്നാ, അവന് ഇതിന്നൊരു പെൺകുട്ടീനെ ആലോചിച്ചാൽ എന്താന്ന് ഞാൻ തുടക്കത്തിൽ ആലോചിച്ചു.
അതങ്ങനെ ആലോചിക്കാൻ. നൃത്തം കഴിഞ്ഞപ്പോ ഞാൻ വേണ്ടാന്ന് വെച്ചു. കാരണം ഇവരുടെ ഓരോ ചവിട്ടിയില അവന്റെ പണി കഴിയും. മനസ്സിലായോ? അപ്പോ അത്ര നന്നായിട്ട് നിങ്ങളത് ചെയ്തു എന്നുള്ളത് ഒരു പുതിയ രീതിയിലുള്ളൊരു നൃത്ത ഇതാണ് നമ്മൾ കണ്ടത് കേട്ടോ. അസലായിട്ടുണ്ട്. ഓക്കെ ഓക്കെ. നിങ്ങൾ ഗംഭീരമായി കേട്ടോ, അടിച്ചു പൊളിച്ചുകളെ. ഏറ്റവും എൻഡിൽ നിങ്ങൾ കൊണ്ടു നിർത്തിയ ഒരു എന്താ പറയുന്ന ലാസ്റ്റ് ഫോർമേഷൻ ഉണ്ടല്ലോ, അത് അതിഗംഭീരമായി. അപ്പൊ ഇനിയും നിങ്ങൾ ഇത്തരത്തിലുള്ള നല്ല നല്ല പെർഫോമൻസുമായിട്ട് നിങ്ങൾ വരണം. ഓൾ ദി ബെസ്റ്റ്. മീനാക്ഷി ഡാൻസ് പഠിക്കുന്നുണ്ടോ? ഇല്ല, അതെന്റെ എൻട്രി കണ്ടാ മനസ്സിലാവും. എന്താ എൻട്രി ഡാൻസ് കളിക്കാറുണ്ടോ ഇവിടെ? ഉണ്ട്, അത് കാണുമ്പോഴറിയാം. നിങ്ങളുടെ ഡാൻസ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല എനർജി, എല്ലാരും ചിരിച്ച് കളിച്ച് നല്ല ഗംഭീരമായിട്ട് ചെയ്തു. അപ്പൊ താങ്ക് യു എല്ലാവർക്കും. ഇനി വരണോട്ടോ ഇങ്ങനത്തെ പെർഫോമൻസ് ഒക്കെ ആയിട്ട്. ഈ മാസ്റ്റർ പ്രസന്റ് സൈലം മ്യൂസിക് ഉത്സവിൽ സർഗവീഥിയിൽ നാദമധുരം പകരാനായി ഇതാ മിടുക്കരായ പാട്ടുകാരെത്തുന്നു. വെൽക്കം. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമെൻ, ഒരു ഗാനം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാൻ. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാൻ. ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ, അതിഗൂഢമെന്നുടെ ആരാമത്തിൽ. ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ, അതിഗൂഢമെന്നുടെ ആരാമത്തിൽ. സ്വപ്നങ്ങൾ കണ്ടു, സ്വപ്നങ്ങൾ കണ്ടു, നിനക്കുറങ്ങിടുവാൻ. പുഷ്പത്തിൻ തൽപമങ്ങൾ ഞാൻ വിരിക്കാം. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. മലർമണം മാഞ്ഞല്ലോ, മറ്റുള്ളോർ പോയല്ലോ. മലർമണം മാഞ്ഞല്ലോ, മറ്റുള്ളോർ പോയല്ലോ. മമ സഖി നീ എന്നും
മനതാരിൽ മാറിക്കാർ മൂടിക്കഴിഞ്ഞല്ലോ മമ സഖി നീ എന്നോ വന്നു ചേരും മനതാരിൽ മാറിക്കാർ മൂടിക്കഴിഞ്ഞല്ലോ മമ സഖി നീ എന്നോ വന്നു ചേരും ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീ എത്തുമ്പോൾ ജോലിക്കുവാൻ ഒരു ഗാനം മാത്രമൻ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂള പാട്ടിന്റെ ഉല്ലാസ പൂത്തിരി വിടർത്തിയ പ്രിയ പാട്ടുപൂരത്തിൽ ഒരു അടിപൊളി പെർഫോമൻസുമായിട്ട് നമ്മുടെ ശ്രീനാഥേട്ടൻ എത്താണ്. വെൽക്കം രമേശ് ചേട്ടാ. എന്തോ എന്താ ചോദിക്കല്ലേ? അല്ല, ഞാൻ ഇവന്റെ ഈ മാറ്റവും അവന്റെ ഹെയർ ബാൻഡും ജീൻസും ഷൂസും ഒക്കെ കണ്ടു തീർന്നില്ല. അത് കഴിഞ്ഞിട്ട് വേണമല്ലോ ഇനി ചോദ്യത്തിലേക്ക് വരാനായിട്ട്. ഇവൻ വലിയ വിജയ് പാട്ടുകളും ചില പ്രത്യേകതരം ഡാൻസുകളും സ്റ്റേജിൽ ഇന്ന് വേറെ തരത്തിലാണ് പോകുന്നത്. കംപ്ലീറ്റ് വേറെ ട്രാക്കാ. എന്ത് ട്രാക്കാണ് നീ ഇന്ന് മാറ്റി പിടിക്കുന്നത്? ഇന്ന് ഫുൾ ട്രാക്ക് മാറ്റി പിടിച്ചോണ്ടിരിക്കുക. കഴിഞ്ഞ 1-2 ദിവസമായിട്ട് മരണമെത്തുന്ന നേരത്തും കൊണ്ടാണോ വന്നിട്ടില്ല? ട്രാക്ക് മാറ്റരുത്, പോകുന്ന ട്രാക്കിൽ പോകട്ടെ കേട്ടോ. ഇവനെ എനിക്ക് വലിയ കടപ്പാടുള്ളതാ. കാരണം ഇവന് ഞാൻ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വിറ്റിട്ടുണ്ട്. എനിക്കൊരു ഐഫോൺ കിട്ടി. ഞാൻ കുറച്ചുനാൾ ഉപയോഗിച്ചപ്പോ ഞാൻ ആലോചിച്ചു വന്ന എനിക്ക് ഇത്ര ഐഫോണിന്റെ ആവശ്യം തൽക്കാലം. ഒന്നാമത്തെ കാര്യം ഇതില് പല പണിയും നടക്കണമൊന്നുമില്ല. അപ്പൊ ഞാൻ ഇവനെ വിളിച്ചിട്ട് ഒരു ഉഗ്രൻ ഐഫോൺ സെക്കൻഡ് ഹാൻഡ് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോ രാവിലെ വന്ന് എന്റെ ഇത് മേടിച്ചുകൊണ്ട് പോയത് ഇവനെ. എന്നെ ആദ്യമായിട്ട് ഞാൻ 2 ആൽബത്തിലേ അഭിനയിച്ചിട്ടുള്ളൂ. അതിലൊന്ന് ഞാൻ മൊത്തം അഭിനയിച്ചു, മറ്റേതൊരു കുഞ്ഞി കഷ്ണമേ അഭിനയിച്ചിട്ടുള്ളൂ. അതിൽ എന്നെ കൊണ്ട് അഭിനയിപ്പിച്ചവനാ ഇവൻ. ഇവൻ അത് മാത്രമല്ല, ഞങ്ങൾ ഒരു തവണ സിംഗപ്പൂർ പോയി കഴിഞ്ഞപ്പോ അന്ന് രമേശ് ചേട്ടൻ ആദ്യമായി ന്യൂ ജനറേഷൻ സ്റ്റൈലുകളൊക്കെ പരീക്ഷിച്ച് പുതിയ ഇവനെ ഞാൻ ഒരു മുറിയിലായിരുന്നു. അപ്പൊ എനിക്കൊരു ഇച്ചിരി കളങ്കളം ഷർട്ടും സാധാരണ പാന്റും ഒക്കെ ഉള്ള പരിപാടിയാണ്. ആ സമയത്ത് ഞാൻ ഈ സ്റ്റൈലിലോട്ട് പിടിച്ചിട്ടില്ല. അപ്പൊ ഇവൻ പെട്ടി തുറന്നിട്ട് സ്റ്റേജിൽ പോണതിന് മുമ്പ് ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ചേട്ടാ ഇതിലേതാ ഇടണ്ടെന്നൊക്കെ എന്നോട് ചോദിക്കുക. ഞാനൊക്കെ കിട്ടണത് ഇട്ടോണ്ട് പോവാ. കാരണം ഒന്ന് എന്ത് ഇട്ടോണ്ട് പോയാലും അവസാനം വേഷം കിട്ടിയ സ്റ്റേജിൽ കയറാൻ പറ്റുള്ളൂ. വല്ല കൊമ്പ് വെച്ചിട്ടും ഇതൊക്കെ അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് വെക്കാലോ. ഇവൻ ഇങ്ങനെ ഇടുന്ന കണ്ടപ്പോൾ ഞാൻ ഇവനോട് വെച്ച് ഇതിന്റെ പരിപാടി എന്താണ് നീ വെച്ചിട്ട് ഈ ന്യൂ ജനറേഷനിലോട്ട് മറിക്കാൻ വേണ്ടി എന്നെ ശ്രമിച്ചത് ഇവനാ. എന്നിട്ട് ഇപ്പൊ സാമ്രാജ്യത്തിലെ മമ്മൂക്കിട്ട പോലത്തെ ജീൻസ് ഇട്ടിട്ട്. അല്ല, ഒരു കാര്യം എന്തായാലും ശ്രീനാഥ് പാടാൻ തുടങ്ങുന്നതിന് മുമ്പേ പറയണം, സിംഗേഴ്സ് ഇഷ്ടംപോലെ പുതിയ സിംഗേഴ്സ് വന്നിട്ടുണ്ട്. അതിൽ ഇപ്പം ശ്രീനാഥിന്റെ പ്രസന്റേഷൻ കണ്ടപ്പോഴാണ് സിംഗേഴ്സ് എന്ന് പറയുമ്പം വെറും സിംഗിങ്ങും തൊണ്ടയും മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നല്ലാതെ എൻറ്റയർ ബോഡി കോൺഷ്യസ് ആയി ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് സ്റ്റൈലിനനുസരിച്ച് നല്ല ഫാഷൻ ഉള്ള ഡ്രസ്സസ് ഇട്ട് പെർഫോം ചെയ്യാൻ വരുന്ന സിംഗേഴ്സിൽ വളരെ കുറച്ച് സിംഗേഴ്സിൽ ഒരാളാണ് ശ്രീനാഥ്. താങ്ക് യു സൂപ്പർ. അപ്പൊ എന്താണ് പരിപാടി? ഇന്ന് മെയിൻ പരിപാടി മീനൂട്ടിക്കുള്ള പരിപാടിയാണ്. എനിക്കുള്ള പരിപാടി ഞാൻ ഒറ്റയ്ക്കല്ല ഇവിടെ വന്നിട്ടുള്ളത്. ഞാനാണോ കൂടെ പാടുന്നത്? അങ്ങനെയാണെങ്കിൽ പരിപാടി വേറെ ആരാ? വേറെ മീനൂട്ടിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാളാണ്. ഞാനാണോ? ഓ, രമേശ് ചേട്ടനാ? ചേട്ടൻ ഓൾറെഡി ഇവിടെ വന്നല്ലോ. പിന്നെ ഒരു അടിപൊളി സർപ്രൈസ് ഉണ്ട്. എനിക്ക് ഗസ് ചെയ്യ ആരാ വന്നിട്ടുള്ളതെന്ന് ഗസ് ചെയ്ത് നോക്ക്. ദുർഗ ചേച്ചി. ദുർഗ ചേച്ചി വന്ന് പോയി. ഞാൻ പറയാം. മീനൂട്ടി അഭിനയിച്ച ആ സീൻ സിനിമയിൽ പാടിയ കുട്ടിയാണോ? ആണോ? ആണോ? എന്നാ അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. എവിടെന്നാ വിളിക്ക്? ക്ലൈമാക്സ് പോലെ ഞങ്ങള് കാണും എങ്ങനെയാ ചെയ്യാ. അല്ല, കഴിഞ്ഞൊരു എപ്പിസോഡ് നാഷിക പറഞ്ഞേ ഉള്ളൂ, മീനു പാടി കഴിഞ്ഞിട്ട് ഇടയ്ക്ക് നിർത്തി ഷോട്ട് ഓക്കെ പറഞ്ഞ് നിർത്തി കഴിയുമ്പോൾ മീനുവിന്റെ ശബ്ദം എന്ന് പറഞ്ഞ നാഷിക ഒരു ചെറിയ കൊട്ടൊക്കെ കൊടുത്തു. എന്നോ ഞാൻ എന്റെ എന്നൊക്കെ പറഞ്ഞ. പക്ഷെ ആ ശബ്ദത്തെ അത്രയും സ്വീറ്റ് ആക്കിയ ആളാണ്
ആ ഒരു സ്നേഹമാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. എന്റെ ശബ്ദമാണ്. അല്ലല്ല, ഞാനേ ഇന്നലെ കണ്ടിരുന്നു അല്ലേ? അതെ അതെ. ഇന്നലെ ഞാൻ കണ്ടപ്പോ ചോദിച്ചു മീനുട്ടിയായിട്ട് എങ്ങനെയാന്ന് ചോദിച്ചപ്പോ പറഞ്ഞു മീനുട്ടിയും ഈ കുട്ടിയും കൂടിയിട്ട് ഒരു പാട്ടങ്ങാണ്ട് പാടി ഇത്ര. അതിന് ശേഷം 1.5 കൊല്ലാന്ന് പാട്ടില്ലാണ്ടിരുന്നത്. അയ്യോ ഇല്ല, അവളങ്ങനെ പറയത്തില്ല, എനിക്കറിയാം. അല്ല 1.5 അല്ല, 1 വർഷം പറഞ്ഞിട്ടുള്ളൂ. 1 വർഷം അല്ല, ഞങ്ങൾ എന്റെ എല്ലാ പടത്തിലും എനിക്ക് പാടിയത് അവൾ തന്നെയാ. അതെയാ? അതുകൊണ്ട് അതെ. നിങ്ങൾ രണ്ടുപേരും ഒരു പ്രായമാണോ? അതെ, അത് ശരി. ഞങ്ങള് എന്നുവെച്ചാ ഞാൻ മൂവിയിൽ വന്ന സമയത്ത് തന്നെയാണ് ശ്രേയം ഏകദേശം മൂവിയിൽ പാടി തുടങ്ങിയത്. അപ്പൊ മുതലുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നു. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരേ ക്ലാസ് തന്നെയാണ്? ആണ്. പിന്നെ തന്നെ പാടല്ലേ? പിന്നെ പാടാം. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. ശ്രീനാഥേട്ടാ, വിജയിന്റെ സാധനം ഇവിടെ ഇറക്കണം കേട്ടോ. ഇല്ല, ഇപ്പൊ അത് കയറ്റി വെച്ചേക്കാം. ഇത് കഴിഞ്ഞിട്ട് ഇറക്കണം. ശരി ശരി. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.
തേടി കൈത്തുമ്പിൽ കൈമാറും ആദ്യം ശ്രീനാഥിനെ കുറിച്ച് പറയാം. ശ്രീനാഥിനെ കുറിച്ച് എൻ്റെ മനസ്സിലുണ്ടായ ഇതുവരെയുള്ള പിക്ചർ അടിപൊളി പാട്ട് മാത്രം ഡാൻസ് ചെയ്തുകൊണ്ട് പാടുന്ന ഒരു പാട്ടുകാരൻ എന്നായിരുന്നു. ശ്രീനാഥ് പാടി തുടങ്ങിയപ്പോൾ ഞാൻ രമേശിൻ്റെ അടുത്ത് ചോദിക്കായിരുന്നു, എന്ത് രസമായിട്ടാണ് ക്ലാസിക്കൽ ബേസ് ഉള്ള പാട്ടൊക്കെ പാടുന്നതെന്ന്. സൂപ്പർബായിട്ട്. താങ്ക് യു സാർ, താങ്ക് യു. അപ്പൊ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായാലും ആൾക്കാർ അറിയപ്പെടുന്നത് ഭയങ്കര പെർഫോമർ ആയിട്ടാണല്ലോ. അതെന്താ ഇതൊന്നും സാധാരണ പാടാത്തത്? ഇല്ലില്ല, പാടാറുണ്ട്. പക്ഷെ അത് ഈ പെർഫോം ചെയ്യുന്നതിന് വിഷ്വലി കൂടുതൽ ഇപ്പൊ ഡാൻസും പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരിക, അതാണ് തോന്നുന്നു. അപ്പൊ ആ ട്രാക്ക് അങ്ങ് എടുത്തു. പാടാറുണ്ട്, പക്ഷെ ആളുകൾ ഓർത്തിരിക്കുന്നത് എപ്പോഴും ഇതാണ്. ഇപ്പൊ വന്നു നിന്നാലും പെട്ടെന്ന് ആ ഒരു അടിപൊളി പാട് എന്നുള്ള വിജയന്റെ പോലത്തെ സ്റ്റൈലും പെർഫോമൻസ് ഒക്കെ ചെയ്യുമ്പോൾ അല്ലേ? അപ്പൊ എന്തായാലും ആൾക്കാർ ഓർത്തിരിക്കുന്ന ഒരു സംഭവം, ഒരു സിഗ്നേച്ചർ ആയിട്ടുള്ള സ്ഥിതിക്ക് അതും എനിക്ക് കാണണം കേട്ടോ. എനിക്കെന്നല്ല, നമ്മുടെ ഓഡിയൻസിന് എല്ലാവർക്കും കാണണം. പിന്നെ മോള് ശ്രേയ, ചില കുട്ടികൾ എത്ര വലുതായാലും ആൾക്കാരുടെ മനസ്സിൽ കുഞ്ഞു മോളായിട്ടാണ് ഇരിക്കുക. അപ്പൊ അത് അങ്ങനത്തെ ഒരു ലക്ക് ശ്രേയക്കുണ്ട്. കാരണം ശ്രേയ ഇപ്പൊ എനിക്ക് ഫസ്റ്റ് ആ കുട്ടി തന്നെയാണോ ഈ കുട്ടി എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഞങ്ങൾ കണ്ട ശ്രേയ എന്ന് പറയുന്ന കുഞ്ഞു ശ്രേയ. ഇപ്പൊ ശ്രേയ മോള് കുറച്ചും കൂടി വലുതായി. അപ്പം അതുപോലെ തന്നെ മീനൂട്ടീനെ എല്ലാവരും കുഞ്ഞു മീനൂട്ടിയായിട്ട് കണ്ടതുകൊണ്ട് എല്ലാവരും മനസ്സിൽ മീനൂട്ടീനെ എടുത്ത് കാണുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ മീനൂട്ടീനെ കളിയാക്കുമ്പോഴും കുട്ടി വളർന്നു എന്നുള്ളൊരു ചിന്ത കളിയാക്കുന്നവർക്കില്ല. കാരണം കുഞ്ഞു കുട്ടീനെ വാരുന്നത് പോലെയാണ് എല്ലാവരും മീനൂട്ടീൻ്റെ അടുത്ത് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞ ഒരു ലക്കാണ്. എത്രയോ ആൾക്കാരുണ്ട്, ഇപ്പൊ സച്ചിൻ ടെണ്ടുൽക്കർ, അവരൊക്കെ എത്ര സീനിയേഴ്സ് ആയാലും അവർ വരുന്നത് 18-19 വയസ്സിൽ. ആ പ്രായം തൊട്ടിട്ട് അവര് ആൾക്കാരുടെ മനസ്സിൽ കയറിയത് കൊണ്ട് അവർ എത്ര വളർന്നാലും ആ ടെണ്ടുൽക്കർ എന്ന് പറയുന്നത് യങ് എന്നുള്ളൊരു സംഭവമായിട്ട് തന്നെ ഉണ്ടാവുള്ളൂ. എന്തായാലും മോളും അടിപൊളിയായിട്ട് പാടി, സൂപ്പർ ആയിരുന്നു. മിനുങ്ങും മിന്നാമിനുങ്ങിയ നിങ്ങൾ രണ്ടുപേരും തന്നെയല്ലേ? അപ്പൊ മീനൂട്ടി ആ പാട്ട് അന്ന് അഭിനയിച്ച് പാടിയത് ഓർമ്മയുണ്ടോ? അത് നല്ല ഓർമ്മയുണ്ട്. ഞങ്ങൾ എവിടെ ഷോയ്ക്ക് പോയാലും ഞാൻ ആണോ? ഈ സ്റ്റേജിൽ അത് ചെയ്തിട്ടുണ്ടോ? ഇല്ല. നമുക്കത് കാണാം. അത് കാണുന്നുണ്ട്. പക്ഷെ മീനൂട്ടി അവിടെ അഭിനയിക്കുമ്പം എന്റെ വക ഒരു ലാലേട്ടനെ സംഭാവന ചെയ്യും, കൈ പിടിച്ചുകൊണ്ട് നടക്കാൻ വേണ്ടി. താടി ഉണ്ടായിരുന്നു അതിനകത്ത് ലാലേട്ടന് താടിയുണ്ട്, മീശയുണ്ട്, ഒരു കൂളിംഗ് ഗ്ലാസും കൂടെ വെച്ചാ. അപ്പൊ ഒഴിവാക്കാൻ ഒരു രക്ഷയില്ലല്ലേ? അപ്പൊ ഞാൻ അവിടെ വന്നേ പറ്റുള്ളൂ. മിന്നി മിന്നി തേടുന്നതാരേ, വരുമോ ചാരേ നിന്നച്ചൻ? മിനുങ്ങും മിന്നമിനുങ്ങേ, മിന്നി മിന്നി തേടുന്നതാരേ, വരുമോ ചാരേ നിന്നച്ചൻ? നെറുകിൽ തൊട്ടു തലോടെ കഥകൾ പാടിയുറക്കാൻ, വരുമോ ചാരേ നിന്നച്ചൻ? പുതുകനവാം മഷിയെഴുതിമിഴികളിലാദ്യം, ചിറകുകളിൽ കിലുകിലുങ്ങും തരിവളയേകി, കുഞ്ഞിൻ ചുണ്ടിൽ പൊന്നും തേനും തന്നു മമ്മൂട്ടി. പിച്ച വെക്കാൻ കൂടി വന്നു കൈനീട്ടി. മിനുങ്ങും മിന്നമിനുങ്ങേ, മിന്നി മിന്നി തേടുന്നതാരേ, വരുമോ ചാരേ നിന്നച്ചൻ? വരുമോ ചാരേ നിന്നച്ചൻ? തുമ്പിക്കിന്നാരം കേട്ടില്ലയോ തുമ്പപ്പൂക്കാലം. എങ്ങനെയുണ്ടായിരുന്നു ലാലേട്ടൻ? സൂപ്പർ ആയിരുന്നു, ഗംഭീരമായിരുന്നു. അതുപോലെ തന്നെ ഇരുന്നു. അല്ല, ഒരു കാര്യം പറയാട്ടോ. ആദ്യം നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, അതാ സിനിമ പാടിയ ആളോടൊപ്പം തന്നെ പാടാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞ പോലെ, ഒന്ന് മീനൂട്ടി അഭിനയിച്ച പടമാണ്. ഇതൊക്കെ ആണെങ്കിലും ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ പേരുള്ള നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഫ്ലോറിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ കുറച്ച് പേരേ ഉള്ളൂ. അതിൽ ഒരാളാണ് പക്രു ചേട്ടൻ എന്ന് പറയുന്നത്. അദ്ദേഹം
നമ്മൾ ചോദിച്ച ഉടനെ തന്നെ ഇതുപോലൊരു പെർഫോമൻസിന് തയ്യാറായി. അതാണ് അദ്ദേഹത്തിലെ എന്റർടൈനർ എന്ന് പറയുന്ന ആളുടെ മഹത്വം നമ്മൾ കാണിച്ചു തരുന്നത്. താങ്ക് യു. ഈ പടത്തിൽ ലാലേട്ടൻ മീനുകുട്ടിയെ പൊക്കിക്കൊണ്ട് പോകുന്നൊരു സീക്വൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളത് തിരിച്ചാക്കാൻ ശ്രമം നടത്തി. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാണ് ആ കൊച്ചിനെ വിഷമിപ്പിക്കുന്നതെന്ന് ഓർത്ത് വേണ്ടാന്ന് വെച്ചു. ഓക്കെ, താങ്ക് യു മോളെ. നന്നായിരുന്നു, രണ്ടുപേരും നന്നായിരുന്നു, ഗംഭീരായി. താങ്ക് യു. ഇന്നസെന്റ് അങ്കിളെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇതൊക്കെ ഭയങ്കര രസമല്ലേ? ആണോ? പിന്നെ ഇഷ്ടപ്പെട്ടോ? ഞാൻ ഇന്നലെ ഇവളെ കണ്ടിട്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല അല്ലേ? നമ്മള് ലിഫ്റ്റിന്നായിരുന്നു ഞാൻ ലിഫ്റ്റില് ഞാൻ ഈ കുട്ടീനെയും കുട്ടിയുടെ അമ്മേനെ ഞാൻ ഫ്രീ ആയിട്ട് കയറ്റി. എന്ത് കാശ് മേടിക്കൊന്നും ചെയ്തില്ല. ഓ ഇല്ല. അപ്പൊ ഇവളിങ്ങനെ പറഞ്ഞപ്പോ ഞങ്ങൾ ലണ്ടനിൽ വെച്ച് ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടി ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് പിടികിട്ടില്ല. പക്ഷെ ഇങ്ങനെ കാണിച്ച വഴിക്ക് നമുക്ക് മനസ്സിലായി ഈ പറഞ്ഞ പോലെ ഒന്ന് വലുതായി. അതുകൊണ്ടാണ്. പിന്നെ ഇദ്ദേഹം ഇത്രയും നല്ല ശബ്ദവും കാര്യങ്ങളും ഉള്ളൊരു പാട്ടുകാരനാണെന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേട്ടാ. വളരെ സന്തോഷം. ഷേക്കുട്ടി, ശ്രീനാഥ് അടിപൊളി. താങ്ക് യു. അതായത് ശ്രീനാഥിൻ്റെ ഈ ടൈപ്പ് പാട്ട് നമ്മൾ കേൾക്കാറില്ല. പക്ഷേ എന്താ പറയുക, ഈ ഫ്ലോറിൽ പാടിയപ്പോൾ ഒരു സന്തോഷം തോന്നി. കാരണം എപ്പോഴും അടിപൊളി പാട്ടുകളും വിജയിൻ്റെ സ്റ്റെപ്സും അങ്ങനെയൊക്കെ കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എനിവേ ശ്രീനാഥ് നന്നായിരുന്നു. ഷേക്കുട്ടി അടിപൊളി. വളരെ ഇപ്പം നേരത്തെ പറഞ്ഞ നിങ്ങളെ രണ്ടുപേരെയും വളർച്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും നല്ല രീതിയിൽ വളരെ സന്തോഷമായിട്ട് പോകണമ്പോൾ വളരെ ഞങ്ങൾക്കും വളരെ സന്തോഷമാണ്. പിന്നെ ശ്രേയക്കുട്ടി പറഞ്ഞവർ മ്യൂസിക്കലി നന്നായിട്ട് ട്രെയിൻ ചെയ്യുന്നുണ്ടെന്നുള്ള അറിയാം. ഞങ്ങളൊക്കെ ഇങ്ങനെ ബാക്കിൽ നിന്ന് വാച്ച് ചെയ്യണമല്ല. എന്തായാലും അതേപോലെ തന്നെ പോവുക. കൂടുതൽ നല്ല പാട്ടുകൾ ഇനിയും ഭാവിയിൽ കിട്ടട്ടെ. കൂടുതൽ മീനാക്ഷിക്ക് വേണ്ടി പാടാൻ പറ്റട്ടെ. നമ്മൾ ഒരു കാര്യം പറയാനും കൂടെ വിട്ടുപോയിട്ടുള്ളത്, ശ്രീനാഥ് ഇപ്പൊ മെലഡി പാടി അടിപൊളി പാട്ടുകൾ പാടുന്നു എന്നൊക്കെ പറയുമ്പോഴും ശ്രീനാഥ് കഴിഞ്ഞതിന്റെ അങ്ങേ വർഷം ഒരു സിനിമയ്ക്ക് മ്യൂസിക് ഡയറക്ട് ചെയ്തു എന്നുള്ളത് നമ്മൾ പറയാതെ പോകാൻ പറ്റത്തില്ല. കുട്ടനാടൻ ബ്ലോഗ് എന്ന് പറയുന്ന മമ്മൂക്കയുടെ സിനിമയ്ക്ക് വേണ്ടി മ്യൂസിക് ഡയറക്ട് ചെയ്ത ഒരു മ്യൂസിക് ഡയറക്ടർ കൂടിയാണ് ഇരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പറയാണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ ശ്രീനാഥ് ഏട്ടാ താങ്ക് യു. താങ്ക് യു. ഈ മാസ്റ്റർ പ്രസന്റ് സൈലം മ്യൂസിക് ഉത്സവിൽ മനസ്സിൽ അഴകിന്റെ സംഗീത നിറവേക്കിയ പാട്ടുവേദിയിലേക്ക് നമ്മുടെ സ്വന്തം പൂർണ്ണശ്രീ ചേച്ചിയും ഒപ്പം ബെവനും എത്തുന്നു. വെൽക്കം. കൊണ്ടോരാം കൊണ്ടോരാം കൈതോലപ്പായ കൊണ്ടോരാം കൊണ്ടോവാം കൊണ്ടോവാം അന്ത്യാളൻ കാവിൽ കൊണ്ടോവാം പൊല്ലാനിക്കാടും കാണാം വെള്ളാമ്പൽ കൂവുന്നുള്ള മനോടും വീട്ടിൽ കൊണ്ടോവാം പെണ്ണേ കൊണ്ടോരാം കൊണ്ടോരാം കൈതോലപ്പായ കൊണ്ടോരാം.
തന്നാ തന്നാരേ. ഈ മഴ പൊഴിയണ നേരത്ത് ഒരു ചേമ്പില മറയത്ത് ചെറുമണികൾ മിതറിയിടും കുളിരാടാൻ പോകാം. കലീളകണ കാറ്റത്ത് നടവഴിയുടെ ഓരത്ത് മുളയരിയിൽ തെളിമയിഴും നിൻ കാലടി കണ്ടേ. മാവലുകൾ തേനിനു പായും മലവാഴത്തോപ്പും കേറി ആലനെല്ലൂർ മലയിൽ കൊണ്ടുപോവാം. പൊന്നേ വന്നോളാം വന്നോളാം നീ ചായും കൂട്ടിൽ വന്നോളാം. നിന്നോളാം നിന്നോളാം നിന്മാറിൽ ചാരി നിന്നോളാം. പുല്ലാനിക്കാടും കാണാം വെള്ളാമ്പൽ പൂവും നുള്ളാം. തേരോട്ടം കാണാൻ വന്നോളാം. പെണ്ണേ കൊണ്ടോരാം കൊണ്ടോരാം കൈതോലപ്പായ കൊണ്ടോരാം. നിന്നോളാം നിന്നോളാം നിന്മാറിൽ ചാരി നിന്നോളാം. ബവൻ, സാർ. പൂർണ്ണശ്രീ, എന്തോ? നല്ല രസമുണ്ടായി രണ്ടുപേരും പാടി. താങ്ക് യു സാർ. എനിക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ ശ്രേയാജിയാണ് പാടിയേക്കണത്, ഫീമെയിൽ. സുദീപിൻ്റെ പാട്ടുകൾ കുറേ മലയാളത്തിലുണ്ടായിട്ടുണ്ട്. നല്ല നല്ല പാട്ടുകൾ, അതായത് മലയാളിത്തമുള്ള കുറേ നല്ല പാട്ടുകൾ സുദീപ് പാടിയിട്ടുണ്ട്. ബവൻ ഈ പാട്ട് വളരെ മനോഹരമായിട്ട് തന്നെ പാടി പൂർണ്ണശ്രീ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. താങ്ക് യു. മിസ്റ്റർ കോട്ടയ കുഞ്ഞച്ചൻ സാർ. ഗംഭീരമായിട്ട് പാടി. ഇപ്പൊ അഫ്സലിക്ക സുദീപേട്ടനെ പറ്റി പറഞ്ഞു. സുദീപേട്ടൻ നല്ല നർമ്മബോധമുള്ള ഒരാളാണ്. വർത്താനം പറഞ്ഞിരുന്നാൽ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നല്ല തമാശകള് പറയുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. ഞാൻ അദ്ദേഹം പറഞ്ഞിട്ടാണ് വളരെ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു തമാശ കേട്ടിട്ടുള്ളത്. മറ്റേ കുടജാതിരിയിൽ കുടികൊള്ളും കേട്ടിട്ടില്ലേ? അതായത് മിമിക്രിയില് KP ഉമ്മർ സാറിനെ കൃത്യമായിട്ട് എപ്പോഴും അനുകരിക്കുന്ന ഒരാള് ഒരു അത്യാവശ്യം വന്നപ്പോ പാട്ട് പാടി. അത് കുടജാദ്രിയിലായിരുന്നു. അപ്പൊ പുള്ളി പാടിയപ്പോഴേ കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഇതിന്റെ ഒക്കെ ഉടമ പുള്ളിയാണ്. അപ്പം ആ പാട്ട് കേട്ടപ്പോ അദ്ദേഹത്തെ പറ്റി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ പൂർണ്ണശ്രീ IAS അക്കാഡമി വർഷാവർഷം അടവച്ച് വിരിച്ചെടുക്കുന്ന എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ദി കിങ്ങില് മമ്മൂക്ക പറയുന്ന ഒരു ഡയലോഗാണ്. അതുപോലെ ചെറിയ പാട്ടുകാരെ കണ്ടുപിടിച്ച് അടവച്ച് വിരിയിച്ച് വലുതാക്കി പറത്തിവിടുന്ന ഒരു കമ്പനി നടത്തുന്ന ആളാണ് ഇതിന്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള സിന്ധു എന്ന് പറയുന്ന ആൾ. അങ്ങനെ അടവച്ച് വിരിയിച്ച ഒരാളാണ് പൂർണ്ണശ്രീ. മാത്രമല്ല ആ കമ്പനിയിൽ നിന്ന് അത്യാവശ്യം നല്ല റേഞ്ചിൽ പോയിട്ട് അവർ തിരിച്ചിവിടെ വന്ന് പറയുമ്പോഴാണ് നമുക്കൊക്കെ മനസ്സിലാവുന്നത്, ഓ ഇവരും ഈ അക്കാഡമിയിൽ നിന്ന് വന്നതാണ്. അക്കാഡമി അങ്ങനെ ഒരുപാട് പേര് അക്കാഡമിയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇത് ലിറ്റിൽ മാസ്റ്റേഴ്സിൽ പൂർണ്ണശ്രീ ആയിരുന്നു 1ാം സ്ഥാനം മേടിച്ച പാട്ടുകാരി അല്ലേ? അത് അതിന്റെ പ്രൊഡ്യൂസറും സിന്ധു ആന്റി തന്നെയായിരുന്നു. ഇതാ ഇപ്പം വീണ്ടും സിന്ധു ആന്റി അടുത്ത കുറെ കുഞ്ഞുങ്ങളെ വാർത്തെടുത്തുകൊണ്ടിരിക്കുന്ന പരിപാടിയിൽ വീണ്ടും വരാൻ പറ്റി. ബാക്കി നിങ്ങളുടെ രണ്ടുപേരുടെയും പാട്ടൊക്കെ ഗംഭീരമായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. ബവൻ, പൂർണ്ണശ്രീ രസമായിരുന്നു കേട്ടോ. ഈ പാട്ട് തുടക്കം അങ്ങനല്ലേ കൊണ്ടുവരാന്നല്ലേ പറയുന്നേ, സൂക്ഷിച്ചു കൊണ്ടുകൊണ്ടൊരു പാട്ടാ. വളരെ രസമായിട്ട്, വളരെ എന്താ പറയുന്നത്, സൗണ്ട് മാത്രമേ മോൻ്റെ മാറിയിട്ടുള്ളൂ. പക്ഷെ മോൻ പാടുന്നതിനകത്തൊക്കെ ഉണ്ടല്ലോ നല്ല പക്വതയുള്ളൊരു സിംഗർ നിന്ന് പാടുന്ന അതേ ആ ഒരു രീതിയിൽ തന്നെ മോൻ പാടിയത്. താങ്ക് യു സാർ കേട്ടോ. വളരെ രസമായിട്ട് തന്നെ അതിന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു പൂർണ്ണ. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയേണ്ടതാണ്, ഈ പാട്ട് കൊണ്ടുപോയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ആണെങ്കിലും അതിനൊപ്പം ഇവരെല്ലാവരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നല്ല പവർഫുള്ളായിട്ട് നല്ലൊരു ബാക്കപ്പ് നിങ്ങൾക്ക് കിട്ടി ഫർസയുടെ ഭാഗത്തുനിന്ന്.
അത് ഈ 6-ാം നമ്പറില് നരേന്ദ്രപ്രസാദ് പറയുമല്ലോ, ഞങ്ങളൊരു ട്രസ്റ്റാണ്. അതുപോലെ എല്ലാം ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു ട്രസ്റ്റാ ഇവരുടെ ട്രസ്റ്റ് സമ്മതിച്ചാലേ കണിമംഗലത്തിൽ ഉത്സവം നടക്കുള്ളൂ. ഓ അങ്ങനെയാണല്ലേ. അങ്ങനത്തെ പരിപാടി ഇവര് നടത്തിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവിടുന്ന് എന്തെങ്കിലും പ്രതിഷ്ഠ അങ്ങോട്ട് കൊണ്ടുപോകും? അതൊന്നുമില്ലല്ലേ. തിരുവാഭരണങ്ങളുടെ ആമാടപ്പെട്ടി സുശാന്തിന്റെ സൈഡിൽ ഇരിപ്പുണ്ട്. അത് കൊടുത്തെങ്കിൽ മാത്രമേ ഇവിടെ ഉത്സവം നടക്കുള്ളൂ. അപ്പൊ ആ ഒരു ഉത്സവം ഗംഭീരമായി എന്നുള്ളതാണ് സത്യം. ആലാപന മികവിന് അഭിമാനമായി നമ്മുടെ സ്വന്തം മേഘ്നക്കുട്ടി, വെൽക്കം. ഇന്ന് ഞാൻ വരുമെന്ന് ഓർത്തായിരുന്നോ? ഞാൻ ഇന്നലെ ഓർത്തിരുന്നു. ഇന്നലെ ഞാൻ ഉറങ്ങുമ്പോ അല്ല നാളെ സ്പെഷ്യൽ ഷൂട്ട് ഉണ്ടാവില്ലേ, അപ്പൊ ചിലപ്പോ പക്രു ചേട്ടൻ ഉണ്ടാവുമെന്ന് ഞാൻ ഓർത്തിരുന്നു. അപ്പൊ മോൾ എന്താ ഞാനുണ്ടാവും വിചാരിക്കാഞ്ഞത്? എനിക്കറിയില്ലായിരുന്നു. വരുന്ന ഗസ്റ്റ് ഏതാന്ന് ഞങ്ങളോട് പറയാറുമില്ല, എനിക്ക് ഓർമ്മയുമില്ല. അങ്ങനെയല്ല, നാളെ തൊട്ട് നിങ്ങൾ എപ്പോഴും കാണാറുണ്ട് ഷോ. നിങ്ങൾ ചാനലിനോട് പറയണം ഗസ്റ്റ് ആരാന്ന് ഞങ്ങൾക്ക് അറിയണം, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ വിളിച്ചാൽ മതി എന്ന് പറയണം. ഗസ്റ്റ് നാളെ ആരാണ്? മഞ്ജുവാരി ആണെങ്കിൽ മഞ്ജുവാരി, ആരെങ്കിലും. മഞ്ജു വാരിയോ? മഞ്ജുവാരിയെ ഞാൻ കണ്ടിട്ടുണ്ട്, അറിയത്തില്ല. അറിയാം. ആണിങ്ങേ, നാളെ ആണിങ്ങേ. മഞ്ജു വാരി എന്ത് ചെയ്യുന്ന ആളാ? അഭിനയിക്കുന്ന ആള്. ധനുഷിന്റെ കൂടെ അഭിനയിച്ചു. അയ്യോ, എനിക്ക് അത്ര പരിചയമില്ല മഞ്ജു വാരി. സിനിമയിലൊക്കെ കണ്ടിട്ടില്ല, ഒരു എന്താ എള്ളുവയ പൂക്കളെ ആ പാട്ടില്ലേ, ഏത് പാട്ടാ? എള്ളുവയ പൂക്കളെ. പിന്നെ അതല്ലാതെ ഒരു പുതിയൊരു സംഭവമില്ലേ, ഒരു വൈറലായ ഒരു വീഡിയോ, ഒരു നല്ലൊരു സ്കേർട്ട് ഇട്ടിട്ട് ഒരു സ്കൂൾ സ്റ്റുഡന്റുമാരി ഇരുന്നിട്ട് ഉണ്ട്. മേഘന അത് ഏതായിരുന്നു ആ പാട്ട്? എനിക്ക് കിട്ടുന്നില്ല. ആ പാട്ട് പാടിയ മഞ്ജു വാരി, അതെനിക്കറിയാം. ആ മഞ്ജു വാരിയുടെ കൂടെ ഈ മേഘടും ഒരുമിച്ച് സ്റ്റേജിൽ ഈ പാട്ട് പാടി, അതറിയോ? കേട്ടിട്ടില്ലത്? ഞാൻ കേട്ടിട്ടില്ല. ഒരു സാമ്പിൾ ഒന്ന് കേൾപ്പിച്ചെടുത്തടാ. കാന്തോർത്തു നിൽപ്പു ഞാൻ വരാത്തതെന്റെ കാന്ത, കാന്തോർത്തു നിൽപ്പു ഞാൻ വരാത്തതെന്റെ കാന്ത. ഇമ്പമുള്ള തേൻമൊഴി നീ എന്തേ തരുന്നതില്ല, കിം 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 വരാത്തതിന്റെ മേ 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 മേ. 1 2 3 4 കിം 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 ധൂം ധതികിടം മേ 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 ടിസ്കിം. അയ്യോ, ഇത് മഞ്ജു വാരിയേക്കാളും നന്നായി. അതെ. മേഘനക്കുട്ടി, ഇപ്പൊ ഈ പാട്ടിനകത്ത് ഈ കാന്തൻ വരാത്താണല്ലോ പ്രശ്നം. അതാണ്. ഈ ചേട്ടന്റെ പേരറിയോ? ഇല്ല. കാന്തൻ. കാന്തൻ. ഞാൻ ഈ കാന്തനെ എങ്ങോട്ട് വിടട്ടെ, ഒന്ന് റെഡിയാക്കി എടുക്കാവോ? എന്തിന്? കഴിഞ്ഞ തവണ മോഹൻലാലായിട്ട് എന്നെ അങ്ങോട്ട് വിട്ടത് അങ്ങ് ഓർക്കുന്നുണ്ടോ? നീ പകപോക്ക് ആണല്ലേടാ. നീ പോയി ആ കൊച്ചിന്റെ അടുത്ത് പോയി മറ്റേ ദക്ഷിണ വെച്ചിട്ട് ഒരു വെറ്റിലയും പാക്കും ഒക്കെ വെച്ചിട്ട് അനുഗ്രഹം മേടിച്ച് തുടങ്ങുന്നത് നല്ലതായിരിക്കും. വെറ്റില അടയ്ക്കാൻ എനിക്ക് കുറച്ച് പാട്ട് പഠിപ്പിച്ചു തരുമോ മോള്? അയ്യോ, എനിക്ക് തരാൻ ഏത് പാട്ട് വേണം കുട്ടിക്ക്? എനിക്ക് മോൾക്ക് ഇഷ്ടമുള്ള ഞാൻ അങ്ങ് ചെല്ലാം. മോൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പഠിപ്പിച്ച് തന്നാ മതി. പാവം സംഗീതം പഠിച്ച് ജീവിച്ചു പോട്ടെ. ഇപ്പൊ പ്രോഗ്രാം ഒന്നും ഇല്ല, കൊറോണയൊക്കെ ആയതുകൊണ്ട് സ്റ്റേജ് 2-2.5 വർഷമായിട്ട് ഇരുത്തം വന്ന കലാകാരനാ, വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ആ പാവം കുട്ടിയെ ഒന്ന് രക്ഷപ്പെടുത്തി കൊടുക്കും പ്ലീസ്. എനിക്കൊരു പാട്ട് 4 വരി, നീ ഒരു 4 വരി പാട്ട് എനിക്ക് പഠിപ്പിച്ചു തരുമോ? മേഘനക്കുട്ടി, ഈ അങ്കിളിനെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാട്ട് പഠിപ്പിച്ചു കൊടുക്ക്. കാരണം ഈ അങ്കിള് പിള്ളേരെ കളിപ്പിക്കുന്ന പാട്ട്. പിള്ളേരെ കളിപ്പിക്കുന്ന പാട്ട് എനിക്ക് എന്റെ വരി പഠിപ്പിച്ചു തരൂ. ലല്ലലം ചൊല്ലുന്ന ചെല്ലക്കിളികളെ, ലല്ലലം ചൊല്ലുന്ന എന്തോ ലല്ലലം ചൊല്ലുന്ന ചെല്ലക്കിളികളെ, ലല്ലലം ചൊല്ലുന്ന ചെല്ലക്കിളികളെ, വേടൻ കുരുക്കും കടങ്കഥായി കഥ, വേടൻ കുരുക്കും കടങ്കഥായി കഥ, ഇക്കഥയ്ക്ക് ഉത്തരം തേടുവാൻ കൂടാമോ? ഈ കടയ്ക്ക് കടയല്ല, ഇക്കഥ കഥ. ധാ, സാമ്പാറിന്റെ ധാ അതല്ലേ? കഥ. ഇക്കഥയല്ല, ഇക്കഥ. ധാ ധാ എന്ന് പറഞ്ഞത് എന്താണ്? ധാ എന്ന് പറഞ്ഞാല് ആ ധാ വേറെ എവിടെയാ ഉള്ളത്? ഒരു ധാ പറഞ്ഞു തന്നെ, വേറെ എവിടെയാ നമ്മൾ ആ ധാ ഉപയോഗിക്കുന്നത്? കാന്ത, ആ കാന്ത, ആ ധായാണത്. ആയിക്കോട്ടെ. അല്ല, അത് കാന്ത. ഇപ്പൊ
അത് നമ്മൾ ആദ്യം പറഞ്ഞ ദാ ഇല്ലേ, ആ ദായാണ് ഈ ദാ. കുഞ്ഞുദ്ദേശിക്കുന്ന ഗതയുടെ ദായല്ലേ? ഗതയുടെ ദാ. അത് സരി ഗമ പദ പദനിസ. അത് കറക്റ്റാ. ഞാൻ പറഞ്ഞില്ല, ഞാൻ സാരി ഗമ ഗദ പദ നിസ. അയ്യോ ആ പാടാ. അതല്ല, അതിന്റെ അകത്തുള്ള ദാ മാത്രം ഇവിടെ എടുത്ത് ഇടുക. വീടും കഥ പാടി നോക്ക. തെറ്റിപ്പോയാൽ എന്നെ വഴക്ക് പറയോ? ഇല്ല. ഈ അങ്കിളിനെ പാട്ട് പഠിപ്പിക്കാൻ പറ്റും, പക്ഷെ തെറ്റുമ്പം ഒരു ചെറിയ അടി കൊടുത്താൽ അപ്പൊ കറക്റ്റ്. അതാണ് ഈ അങ്കിളുടെ ഒരു പ്രത്യേകത. കൊടുക്കട്ടെ? ഇപ്പഴല്ല, തെറ്റുവാണെങ്കിൽ അടിച്ചാൽ മതി. തെറ്റാണെങ്കിൽ ഒരു ചെറിയൊരു അടി അപ്പൊ ശരിയാവും. പാടി നോക്കാം, തെറ്റി അടിക്കുമോ നോക്കട്ടെ. ഓക്കെ ശരി. ലല്ലലൻ ചൊല്ലുന്ന ചെല്ല ഗധകളെ കാടൻ കൂട്. എനിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നിർത്തുമല്ലോ. പോട്ടെ കുഞ്ഞെ, അതൊരു ടീച്ചറല്ലേ, കുട്ടികൾ കരയരുത്. ടീച്ചർ തല്ലിയ കുട്ടികൾ കരയാൻ പാടില്ല. അയ്യോ, ഞാൻ ടീച്ചറല്ല, ഞാൻ കുട്ടി. ശരി, എന്നാ പാടാം. എനിക്ക് പാടിയ തെറ്റിയ പക്ഷെ അടിക്കരുത്. ഞാൻ ഭയങ്കര പ്ലീസ്. കുഞ്ഞല്ലേ, പാവല്ലേ ഞാൻ. എന്റെ മലയാളം ഞാൻ ശരിയാക്കിക്കോളാം. അത് ഫുൾ സോങ് അല്ലേ? ഓരോ ലൈൻ മോള് പാടുക, ഈ അങ്കിൾ പാടുക. ഞങ്ങൾ പഠിച്ചു. ഞങ്ങൾ അനുപല്ലവിയും പാടും, പല്ലവിയും പാടും, ചരണവും വേണമെങ്കിൽ പാടും, ചരണവും പാടും. ശരി, ചരണം പാടി കഴിയുമ്പോ അവസാനം അവന്റെ മരണമായിരിക്കും. ശരി, പാടാം കേട്ടോ. ഓക്കെ. അടുത്ത സ്പെഷ്യൽ ഷൂട്ട് വരുമ്പളേ ഞങ്ങളെ വിളിക്കണേ. ഉറപ്പായിട്ടും. ഇല്ല, വേണ്ടേ. ഇനി തൊട്ട് ഞാനിവിടെ. എംജിങ്ങൾ ഇനിയില്ല. എന്നോട് പറഞ്ഞേട്ടോ, 10 ദിവസം കഴിഞ്ഞിട്ട് വരുന്ന. എന്റെ നമ്പറും ഉണ്ടോ? ഞാൻ എന്റെ സിരി ഇവിടെ പറയാൻ പോകും, ജഡ്ജായിട്ട് വരാൻ പോകുന്നത് ഞാനാ. അപ്പൊ അത് 10 ദിവസം ഇരുന്ന് കഴിഞ്ഞ് പോയിട്ട് എംജിങ്ങൾ വരുന്ന എന്നോട് പറഞ്ഞു. ഞാൻ പാടുമ്പോ ആടണോ? ഡാൻസ് അല്ലേ കളിക്കുന്നേ, ആടല്ലോ. അതിന്റെ അർത്ഥം ഇങ്ങനെ, എന്താണ് അതിന്റെ അർത്ഥം? അപ്പൊ ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ കാണിക്കും. അപ്പൊ ലല്ലലൻ ചൊല്ലുന്ന ചെല്ല കിളികളെ ഇങ്ങനെ കാണിക്കും, കിളിയെ കാണിക്കാം. ഓക്കെ.
കൂടാമോ? ഇല്ലെങ്കിൽ സുല്ലെങ്കിൽ ഇല്ലില്ല സമ്മാനം. നീലയില്ല അത്ര കുരുകൾ. അപ്പൊ ഞാൻ ജയിച്ചു കേട്ടോ. ലാസ്റ്റ് ഞാൻ നീല എന്ന് പറഞ്ഞില്ല, പക്ഷെ ഉഗ്രനായിട്ട് പാടി. എനിക്കൊരു അവിടെ തെറ്റി. പല്ലവി ഫസ്റ്റ് പല്ലവിയില് തെറ്റി. അത് ചരണം ഞാൻ അറിഞ്ഞില്ല, ഓർക്കാപ്പുറത്ത് വന്നതാ. ഒരു കാര്യം ചെയ്താലോ, നമുക്ക് ആ ചരണം തൊട്ട് ഒരു റൗണ്ടും കൂടി എടുക്കാം അവസാനം വരെ. ആ 1, 2 ആ കോറസ് ഇല്ല, അത് നമുക്ക് 3 പേർക്കും പാടിയാലോ ഇവിടെ? നല്ലതാ, നല്ലതായിരിക്കും. പല്ലവി ഫസ്റ്റ് പല്ലവിയിൽ ഉടക്കിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഉണ്ടോ? ഇല്ലാന്ന് പറയുന്നു. എവിടെയോ കാലെടുത്ത് കൊക്കെടുക്കില്ല. ഇല്ല കുഴപ്പമില്ല. അതൊക്കെ സ്വാഭാവികമായിട്ട് മത്സരമല്ലോ, ഞാനും കൊച്ചുമല്ലേ. അതെ അതെ അതെ. വെള്ളം വേണം. വെള്ളം കുടിച്ച് പിഷാറ് 2 മണിക്കൂർ വൺമാൻസ് കാണിച്ച വേർക്കാത്ത ഞാനാ വേർത്ത് വെക്കുന്നത്. ഇനിയും വെള്ളം വേണ്ടി വരും. അപ്പൊ ഞാൻ എടുത്തു നിൽക്കുമല്ലോ കൊച്ചനെ. ബുദ്ധിമുട്ടായി. എനിക്ക് ബുദ്ധിമുട്ടില്ല, നീ അങ്ങനെ ഇച്ചിരി ബുദ്ധിമുട്ടി പാടിയത് കോമ്പറ്റീഷൻ. നീലക്കുരുവി നീലക്കുരുവി എന്റെ കയ്യിലിരിക്കുന്നുണ്ട്. 2 പ്രാവശ്യം ഉണ്ടല്ലോ. അത് ഒരു പ്രാവശ്യം മതി. പിന്നെ 2 പ്രാവശ്യം ഇത് മത്സരത്തിൽ പാടിയാൽ മതി. നമുക്ക് 1 പ്രാവശ്യം പോരെ? എന്നാലും ഞാൻ ഇത്രയൊക്കെ പാടിയില്ലേ, എനിക്ക് 10ൽ എത്ര മാർക്ക് വരാൻ പറ്റും? ഞാൻ എടുത്തു, പറപ്പിച്ചു, 2 പൂത്തിരി പൊട്ടിച്ചു, 2 പൂത്തിരി കത്തിച്ചു. 10 കൊടുക്കുമോളെ. 10നും ഒരു കിസ്സും കൊടുത്തു. പറഞ്ഞു, ഞാൻ പിടിക്കാം. ഓക്കെ, കിട്ടിയില്ല. എനിക്ക് കിട്ടി. എനിക്ക് മാത്രമേ കിട്ടുള്ളൂ, നിങ്ങൾക്ക് ആർക്കും തന്നില്ല കേട്ടോ. എനിക്ക് കിട്ടി, എനിക്ക് സന്തോഷമായെന്നെ. ഞങ്ങള് കോറസ് പാടിയായിരുന്നു. അവരുടെ കോറസ് എങ്ങനെ ഉണ്ടായിരുന്നു? കോറസ് അടിപൊളി. അത് കാടത്തം സ്വന്തം ലക്ഷ്യങ്ങത്തെ. അത് കഴിഞ്ഞ കുറച്ച് ചിരികളുണ്ട്. അതൊന്നും നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ചിരിക്കാം. കാടത്തം സ്വന്തം വലയ്ക്കകത്തായി കഴിഞ്ഞിട്ട് റെഡി അല്ലേ? ആവല വീട് തലയ്ക്കുമീതെ. അതാണ് ആവല മീതു തലയ്ക്കുമീതെ. അയ്യോ, ഇതെന്ത് ചിരിയാ! സൂപ്പർ ചിരി. ശരിക്കുള്ള ചിരി എങ്ങനെയാ? ശരിക്കുള്ള ചിരി. നമ്മൾ ചില കോമഡി ഒക്കെ പറയുമ്പോ നമ്മൾ ചിരിക്കത്തില്ലേ? അതുപോലെയല്ല, കോമഡി പറയുമ്പോ നമ്മൾ ചിരിക്കുന്ന പോലെ. ഇതിപ്പോ ഒരു അല്ല, നമ്മള് ഇന്ററാക്ഷനിൽ പോവാൻ വേണ്ടിയാ. പോവാനാണ്. നിങ്ങൾ ശരിക്കും റീടേക്ക് അല്ല, അവിടെ ചിരിക്കാൻ മറന്നു. ഇപ്പൊ നമ്മൾ കൊണ്ടിപ്പോ ചിരിപ്പിക്കുന്നയാ. ക്ലാസ്സാണ്, ക്ലാസ്സിന്റെ കൊച്ചിന്റെ ക്ലാസ്സാ. ക്ലാസ്സോ? ഒരു ബ്രേക്ക് കഴിഞ്ഞ അടുത്ത ബ്രേക്ക് വരെ പോകുന്നത് പറ്റിയാൽ ഈ എപ്പിസോഡ്. ഇതാണ് വേണ്ടത്. ഇത് ഉള്ളിൽ നിന്ന് അറിയാതെ എന്റെ അമ്മേ, 2 ചിരിയില്ല കേട്ടോ, 1 ചിരി മതി. ഓക്കെ, 1 2 3 4. കണ്ണും മിഴിച്ചെന്ന് കടൻ വന്നിരുന്നപ്പോൾ ആവല വീണു തലയ്ക്കുമീതി.
കാടത്തം സ്വന്തം വലയ്ക്കകത്തായി. അയ്യോ, ഞാൻ ഈ സ്റ്റേജ് എന്താ ഈ സ്റ്റേജ് ഫുൾ ചിരിയാണല്ലോ. അല്ല, ഈ ചിരിയല്ലേ ഉദ്ദേശിച്ചത്? ഞാൻ ഈ സ്റ്റേജിൽ എങ്ങനെ നിർത്തും ഈ ചിരി? ഈ ചിരി കറക്റ്റ് ആയിരുന്നില്ലേ? 2 പ്രാവശ്യം ചെയ്യരുത്, 1 പ്രാവശ്യം മതി. ഓക്കെ, പിടിച്ചോ. 1 2 3 4. കണ്ണും മിഴിച്ചെന്ന് കാടന്മാർ നിന്നപ്പോൾ ആ വല വീണു തലയ്ക്കുമിതേ കാടത്തം സ്വന്തം വലയ്ക്കകത്തായി. ആ, അത് മതി. ഓക്കെ, കൺഫേം ആയി. നിങ്ങക്ക് പരാതിയില്ലല്ലോ? എല്ലാവർക്കും സമാധാനമായല്ലോ? മോളെ, നല്ല നീലക്കുരുവിയായിട്ടാണ് വന്നത്. എന്നെ പാട്ട് പഠിപ്പിച്ചതിന് താങ്ക് യു കേട്ടോ. താങ്ക് യു, വെൽക്കം. മാമൻ ഇനിയും ട്രൈ ചെയ്യാം. മാമൻ ചിലപ്പോ ഇനിയും നന്നാവും, ചിലപ്പോ വലിയ പാട്ടുകാരനാവും. താങ്ക് യു മാത്രം പോരാ. അല്ലല്ലോ, ഇത് ഫുൾ ടോയ് അല്ലേ? ഇതൊക്കെ ടോയ് ആണ് എങ്കിലും മാമൻ. അല്ലല്ലോ, അത് ടോയാ. ഞാൻ ടോയ് ആണെന്നാണ് പറഞ്ഞത്. എന്നാ ടോയ് പൊക്കോട്ടെ. യു ടോയ്, അതാണ് എന്റെ അർത്ഥം. ടോയ് പോയിരുന്നോ? സൂക്ഷിച്ചു വെക്കണം ടോയ് എല്ലാം. സൂക്ഷിച്ചു കേട്ടോ. പുഷു, എങ്ങനെ ഉണ്ടായിരുന്നു ഈ എക്സ്പീരിയൻസ്? നല്ല രസമല്ലേ? എക്സ്പീരിയൻസ് അല്ല, ഞാനേ പൊതുവേ പാട്ട് നമുക്ക് വലിയ പ്രശ്നമാണ്. ഞാനിപ്പോ നിങ്ങൾക്ക് ശ്രദ്ധിച്ചൊരു ക്ലോസ് വെച്ചാൽ എന്റെ വേർപ്പ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ അറിയാൻ പറ്റും. അതിന്റെ ഋതത്തിനല്ല കൊച്ചു പാടിയത്, എന്റെ ചങ്കിടിപ്പിന്റെ താളത്തിലായിരുന്നു. DJ ആയിരുന്നു, ആ പാട്ടിന്റെ DJ കേട്ട കൊച്ചു പാടിയത്. അതുപോലെ വിറച്ച ഞാൻ നിൽക്കുന്ന പാട്ട് പാടുമ്പോ. പക്ഷെ രസമായിരുന്നു. ഇതൊക്കെ രസമല്ലേ നമ്മൾ പറഞ്ഞ പോലെ? ഞാനേ ഒരു പാട്ട് പഠിപ്പിച്ചേ. പണ്ട് ഞാൻ മലയാളം പാട്ട് പഠിപ്പിച്ചു. ഇപ്പൊ ഏതാ വേണ്ടേ? എനിക്കോ? ഇപ്പൊ ഹിന്ദി ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട്. ഇംഗ്ലീഷ് ഏത് പാട്ട് മതി? ഇംഗ്ലീഷ് ആയിക്കോട്ടെ. Every song I sing, every song I sing, every praise I bring, every praise I bring, I bring, I bring, I bring. എന്റെ ദൈവം, I bring. every. ഞാനും വേർത്ത് തുടങ്ങുവാണല്ലോ. അയ്യോ, ഞാൻ അടുത്ത പഠിപ്പിച്ചതാ. ഇതൊരു കുഞ്ഞ പാട്ടാണ്. Everything I do. പാട്. പാടിയില്ലെങ്കിൽ പണിഷ്മെന്റ് കിട്ടും. വേണ്ട, ഞാൻ പാടാം. Everything I do. Everything I do. അയ്യോ, ശ്രുതി പോയി. ശ്രുതി എവിടെ? എവിടെ ശ്രുതി? ശ്രുതി, ശ്രുതി വരൂ. ശ്രുതി, ഇപ്പൊ വരും ചിലപ്പോ. റെഡി. പാട്. Every song I sing, every praise I bring, everything I do is a gift to you. അത്രേ ഉള്ളൂ, അതൊന്നിച്ചു പാട്. എനിക്ക് ചായ കുടിക്കാൻ സമയമായി. നമുക്ക് പോയാലോ? നിർത്തി അങ്ങ് അഭിമാനിക്കുവാന്നേ. മര്യാദ പാടിയിട്ട് പോകണം. ഞാൻ ടീച്ചറാണ്, പണിഷ്മെന്റ് തരും. ടീച്ചർ, കൊച്ചു കുട്ടികൾക്ക് ഇത്ര നീളമുള്ള പാട്ട് കൊടുക്കാവോ? കുഞ്ഞായിട്ട് മുറിച്ചു തന്നൂടെ? ഞങ്ങള് അല്ല, ഞാൻ ടീച്ചറല്ലേ. കുട്ടികൾ ചില സമയം അടിക്കില്ലേ? 2 തീവണ്ടിയുടെ ശബ്ദവും ഒരു ബലൂണിന്റെ കുമളയൊക്കെ ആയിട്ട് ഞങ്ങൾ സ്വസ്ഥമായിട്ട് ജീവിച്ചോണ്ട് പോയിക്കൊണ്ടിരുന്നതാ. ആ ആളെ വിളിച്ചു വരുത്തിയിട്ട്. മേഘനക്കുട്ടി, എനിക്ക് പെട്ടെന്ന് ഒരു കാര്യം ചോദിക്കണം തോന്നി. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പാടിയപ്പോഴേ ഈ രമേശ് അങ്കിളിന്റെ മലയാളം എങ്ങനെ ഉണ്ടായിരുന്നു? ശുദ്ധ മലയാളമാണോ പാടിയത്? അല്ല, പാടിയതാണ്. പിന്നെ കുറച്ച് അതൊന്നും ശരിയായിട്ടില്ല. അത് ശരിയായിട്ടില്ല. അതാണ് പാടി വന്നപ്പോ അശുദ്ധ മലയാളമായി പോയി. ഞാൻ കേട്ടു, ഇംഗ്ലീഷ് പാട്ട് ഞാൻ കേട്ടായിരുന്നു കേട്ടോ. 4 പേരുള്ള ഇംഗ്ലീഷ് പാട്ട്. ഇംഗ്ലീഷ് പാട്ട് ഫുൾ പാടിക്കാൻ ഞാൻ ഇപ്പൊ പറഞ്ഞു. നിനക്ക് ഓർപ്പിക്കണ്ട വലിയ കാര്യം. മോളുടെ വീട് എവിടെയായിരുന്നു? എന്റെ വീട് ബാംഗ്ലൂരായിരുന്നു. ടോപ്പ് സിംഗർ തുടങ്ങിയപ്പോ ഞങ്ങൾ അത് വെക്കേറ്റ് ചെയ്തു. വെക്കേറ്റ് ചെയ്യുന്ന സമയം എനിക്ക് വിഷമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ വന്നപ്പോ എനിക്ക് വിഷമായി. പറയണ്ട. നമുക്ക് അവിടെ തന്നെ സ്റ്റേജിൽ നിന്ന് കരയും, എന്റെ കണ്ണൊക്കെ നിറയുന്നുള്ളടി. കരയില്ല, കൊച്ചിനെ കരയിക്കാൻ ഞങ്ങളില്ല കേട്ടോ. എന്റെ മോളെ നീ കരയണ്ട, കാരണം ഇവിടെ കരയാൻ കുറച്ച് ആൾക്കാർ ഇരിപ്പുണ്ട്. ജീവിതം ബാക്കിയായിട്ടുള്ളവര്